ഇനി പ്രോബ്ലം ആണ്. ഫോർ ദ ഗിവൻ PERT നെറ്റ്വർക്ക് ഡിറ്റർമിൻ എക്സ്പെക്റ്റഡ് ടൈം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് വേരിയൻസ് ഓഫ് ദ പ്രോജക്റ്റ് ആൻഡ് ഷോ ദ ക്രിട്ടിക്കൽ പാത്ത്. അപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കുക. പിന്നെ എന്താ ചോദ്യം? നെക്സ്റ്റ് പാർട്ട്, പ്രോബബിലിറ്റി ഓഫ് കംപ്ലീഷൻ ഓഫ് ദ പ്രോജക്റ്റ് ഇൻ 35 days. അതായത് നമ്മളിപ്പം ഇസഡ് വെച്ചിട്ടുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്ന കാര്യമാണ്. അതിനാ ഇൻ്റഗ്രേഷൻ ചെയ്തില്ലെങ്കിൽ തന്നെയും ഇൻ്റഗ്രേഷൻ്റെ ഫോർമുല നമുക്കറിയാം, നേരത്തെ ഇച്ചിരി പഠിച്ചതാണ്. അതല്ലാതെ നമുക്കൊരു ചാർട്ട് വെച്ചിട്ട് ഇസഡ് വാല്യൂ അറിയാമെങ്കിൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ P = (1/√2π ഇന്റഗ്രൽ 0 to z e power -z²/2 dz) എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മൾ അതിൻ്റെ ഒരു ചാർട്ട് വെച്ചിട്ട് ഇസഡ് വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി എത്ര വരുന്നത് ഡയറക്റ്റ് ആയിട്ട് ചാർട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതിലേക്ക് ഞാൻ വരുന്നു. ഇനി അടുത്തെന്ന് പറയുന്ന ചോദ്യം എന്ന് പറയുന്നത്, ടൈം ഡ്യൂറേഷൻ ദാറ്റ് വിൽ പ്രൊവൈഡ് 90% probability of its completion in time. അപ്പോൾ 90% duration of completion in time. അപ്പോൾ അത് നേരെ തിരിച്ചാണ്. ഇപ്പം പ്രോബബിലിറ്റി ഓഫ് കംപ്ലീഷൻ ഓഫ് ദ പ്രോജക്റ്റ് ഇൻ 35 days എന്ന് പറഞ്ഞാൽ അത് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുകയാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് എത്ര പെർസെൻറ്റേജ് ഓഫ് പ്രോബബിലിറ്റി ഉണ്ടെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമുക്ക് 90% പ്രോബബിലിറ്റി ഉണ്ടെങ്കിൽ എത്രയാണ് ആ പ്രോജക്റ്റ് കംപ്ലീഷൻ ടൈം, നേരെ റിവേഴ്സ് പ്രോസസ്സിലൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ അതാണ് തിരിച്ചും മറിച്ചുമാണ് ചോദ്യം ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിവിടെ നെറ്റ്വർക്ക് ഡയഗ്രാം തന്നിട്ടുണ്ട്. ആ നെറ്റ്വർക്ക് ഡയഗ്രാം ഇതാണ്. അപ്പം ആക്ടിവിറ്റി 1 to 2, ആക്ടിവിറ്റി 2 to 3, ആക്ടിവിറ്റി 2 to 5, ആക്ടിവിറ്റി 2 to 4, ആക്ടിവിറ്റി 3 to 6, ആക്ടിവിറ്റി 4 to 6, ആക്ടിവിറ്റി 4 to 5, ആക്ടിവിറ്റി 6 to 7. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് 1 to 2 നമ്മുടെ അതിൻ്റെ മേളിൽ 3 ടൈം എഴുതിയിട്ടുണ്ട്, 2, 5, 8. ഇത് എന്ത് ടൈമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. TB, TA, TB, TM പഠിച്ചിരുന്നു. അതിനകത്ത് ഏറ്റവും ലീസ്റ്റ് വാല്യൂ TA ആയിരിക്കും. അത് കഴിഞ്ഞുള്ള ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. അത് TB ആയിരിക്കും. ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്ന വാല്യൂ ആണ് TM. എപ്പോഴും ലീസ്റ്റ് വാല്യൂ TA-യും ഹയസ്റ്റ് വാല്യൂ TB-യും ഇതിൻ്റെ ഇടയിൽ വരുന്ന വാല്യൂ, മീനായിട്ട് വരുന്ന വാല്യൂ TM-ഉം ആയിരിക്കും. അപ്പോൾ ഈ 3 ടൈം എസ്റ്റിമേറ്റ്സ് തന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോണം. ചോദ്യത്തിൽ ഇങ്ങനെ 3 ടൈം എസ്റ്റിമേറ്റ് ഉണ്ടെങ്കിൽ PERT പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കിക്കോണം. അപ്പം അത് വെച്ചിട്ട് വേരിയൻസും കോവേരിയൻസും എല്ലാം കണ്ടുപിടിക്കുന്ന പ്രോബ്ലം ആണെന്ന് പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കിക്കോണം. അപ്പോൾ 258 2 to 3 ആണെങ്കിൽ ഇറ്റ്സ് 4, 9, 20. 2 to 4 ആണെങ്കിൽ ഇറ്റ് ഈസ് 4, 7, 16. 2 to 5 ആണെങ്കിൽ ഇറ്റ് ഈസ് 8, 11, 20. ഇനി 3 to 6 ആണെങ്കിൽ ഇറ്റ് ഈസ് 3, 7, 17. 4 to 6 ആണെങ്കിൽ ഇറ്റ് ഈസ് 7, 10, 13. 5 to 7 ആണെങ്കിൽ ഇറ്റ് ഈസ് 3, 5, 13. 6 to 7 ആണെങ്കിൽ ഇറ്റ് ഈസ് 2, 3, 10. 7 to 8 ആണെങ്കിൽ ഇറ്റ് ഈസ് 2, 4, 6. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി സ്പേസ് എടുത്തിട്ട് ഇത് ഇച്ചിരി കൂടെ വലുതാക്കി വരയ്ക്കണം. കാരണം നമുക്കിതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ളതാണ്. TE കണ്ടുപിടിക്കണം, TL കണ്ടുപിടിക്കണം, പിന്നെ S കണ്ടുപിടിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ നെറ്റ്വർക്ക് ഡയഗ്രാം ബേസിക്കായിട്ട് വരച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അടയാളപ്പെടുത്തി പോവുകയാണ്.
അപ്പോൾ ഇതേപോലൊരു ചാർട്ട് വരയ്ക്കണം. അപ്പോൾ ആ ചാർട്ട് നിങ്ങളുടെ കയ്യിൽ കാണിക്കുന്നതിന് മുന്നായിട്ട് ഇതിൽ വരുന്ന ബേസിക് ഫോർമുലകൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ബേസിക്കായിട്ട് നമുക്ക് ആ ചാർട്ട് വരയ്ക്കണം. ഓക്കെ, സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് TE = TA + 4TM + TB/6. അതേപോലെ ΔT = TB - TA/6. അപ്പം നമുക്ക് തന്നിട്ടുണ്ട് ടിഎയും TBയും TMും എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ΔTയുടെ ഫോർമുല ഇതാണ്. ഇനി VT = ΔT². അപ്പോൾ അതും കിട്ടി. ഇനി TEJ അതാണല്ലോ നമ്മുടെ EOTക്ക് സമാനമായിട്ട് ഇതിലുള്ളത്. അപ്പോൾ അത് TEI + TI - J. അതേപോലെ TLI = TLJ - TI/J. സ്ലാക്ക് S = TL - TE. ഇനി ഇതിനകത്ത് ഇതൊക്കെയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഇത് നമ്മൾ ആ ക്വസ്റ്റ്യൻ റീഡ്രോ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യനകത്ത് റീഡ്രോ ചെയ്തിട്ട് ഏറ്റവും ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ TE വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കണം. TE വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ചിട്ട് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് TM + 4T അല്ല TA + 4TM + TB / 6 ആണ് ടിയുടെ വാല്യൂ. ഈ TEയുടെ വാല്യൂ, ആ TEയുടെ വാല്യൂ വേണം നമ്മൾ ആദ്യം ഇത് ചെയ്ത് കണ്ടുപിടിച്ച് ഓരോന്നിൻ്റെയും ഇവിടെ എടുത്തെഴുതണം. അപ്പോൾ ഇങ്ങനെ എടുത്തെഴുതുന്നതിൻ്റെ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലായി T = 5 എന്നും പറഞ്ഞ് ഇവിടെ എല്ലായിടത്തും എഴുതണം. കാരണം നമ്മുടെ ആക്ടിവിറ്റി ഡ്യൂറേഷൻ നമ്മൾ ഈ പറഞ്ഞ കണക്ക് EOT LOT ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആക്ടിവിറ്റി ഡ്യൂറേഷനാണ് EOTക്ക് ആഡ് ചെയ്തുകൊണ്ട് പോയത് അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്തുകൊണ്ട് പോയത്. ഇവിടെ അതിന് പകരം TE എന്ന് പറയുന്ന വാല്യൂ, ഓരോ ആക്ടിവിറ്റിയുടെയും TE എന്ന് പറയുന്ന വാല്യൂ വേണം എടുത്ത് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും, TEയും TLും കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ ഈ TE വാല്യൂ കണ്ടുപിടിക്കണം. പിന്നെ ചാർട്ട് വരയ്ക്കുന്നതിന് മുന്നായിട്ട് ഇപ്പോൾ ഇത് TE കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇനി കുറേ കോളംസ് വരയ്ക്കണം. ആ കോളംസ് വരച്ചിട്ട് ഇതിനെല്ലാം ഓരോ ആക്ടിവിറ്റിക്ക് എന്താണ് വരുന്ന വാല്യൂ എന്ന് എഴുതണം. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കോളംസ്. ഏറ്റവും ആദ്യം ആക്ടിവിറ്റിയുടെ കോളമാണ്. പിന്നെ 3 ടൈം എസ്റ്റിമേറ്റ്സ് ഫോർ ഡേയ്സ് ആസ് പെർ ഡേയ്സ് TA, TM, TB. നടുക്ക് TM വരത്തക്ക രീതിയിൽ. അപ്പോൾ നമ്മൾ കണ്ടായിരുന്നു 2, 5, 8 എന്നുള്ള അത് കണ്ടിരുന്നു. ആ ആക്ടിവിറ്റി 1 to 2 ആയിരുന്നു. അപ്പോൾ TE, അപ്പോൾ നമ്മൾ 2, 5, 8 പകരം കറസ്പോണ്ടിങ് ആയിട്ട് TE ഇൻ ഡേയ്സ് കണ്ടുപിടിക്കണം. അതിൻ്റെ ഫോമുല ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ കോളത്തിൽ തന്നെ എഴുതിയിടുന്നതാണ് നല്ലത്. TA + TB + 4TM/6. അപ്പോൾ ഈ ഒരു ഫോമുല എഴുതിയിട്ട് കഴിഞ്ഞാൽ എല്ലാം കണ്ടുപിടിക്കാൻ പെട്ടെന്ന് അതിലേക്ക് നോക്കി കാൽക്കുലേറ്റർ ചെയ്താൽ മതി. സിമിലർലി ΔTയും പിന്നെ VTയും കണ്ടുപിടിക്കണം. അപ്പോൾ അത് എല്ലാം കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിൻ്റെ കോളംസ് വരച്ചിടുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്കറിയാം TA, TM, TB ഇവിടെ ഉണ്ട്. അതുണ്ടെങ്കിൽ തന്നെ TE, TA + 4TM അത് കണ്ടുപിടിക്കാം. ΔT, TB - TA/6. VT or it is equal to ΔT². ΔT ഇപ്പുറത്തുണ്ട്, അതിൻ്റെ സ്ക്വയർ എടുത്ത് ഇപ്പുറത്ത് എഴുതിയാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കോളം കിട്ടും. ഓരോ ആക്ടിവിറ്റിയുടെയും ഞാനെടുത്ത് പറയുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഇതാണ് കിട്ടുന്നത്. 1 to 2 ആണെങ്കിൽ 2, 5, 8 അങ്ങനെ കിട്ടും. 2 to 3 ആണെങ്കിൽ 4, 9, 20 അതിനകത്ത് കിട്ടും. അപ്പോൾ എല്ലാം ഈ പറയുന്ന കണക്ക് ചെയ്ത് പോയാൽ മതി. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക ടേബിൾ കിട്ടും. അപ്പോൾ ഈ ടേബിൾ വെച്ചിട്ട് വേണം ഫർദർ പ്രൊസീഡിങ്സ് നടത്താൻ. ഏറ്റവും ആദ്യം ഇതെല്ലാം ഇങ്ങനെ ഇരുന്ന് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് നേരെ നെറ്റ്വർക്ക് ഡയഗ്രത്തിലേക്ക് പോവുക, PERT ഡയഗ്രത്തിലേക്ക് പോവുക. അപ്പോൾ PERTയുടെ ഡയഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8
എന്ന് പറയുന്ന ആ ഒരു നെറ്റ്വർക്കാണ്. ഇനി ഇതിനകത്ത് നമ്മൾ ചെയ്തു പോകേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നോഡിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ 0 ഇവിടെ ഉണ്ടാവരുത്. ഇതിപ്പോൾ ഞാൻ നേരത്തെ ചെയ്തതാണ്. സാധാരണഗതിയിൽ നമ്മൾ തുടങ്ങുമ്പോൾ ഞാനത് വേണമെങ്കിൽ മായ്ച്ചിട്ട് ഒന്നുകൂടെ നിങ്ങളോട് ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നോഡിൻ്റെ TE വാല്യൂ ആണ് ഇവിടെ ലെഫ്റ്റിൽ വരിക, TL വാല്യൂ ആണ് റൈറ്റിൽ വരിക. അങ്ങനെയാണ് എല്ലായിടത്തും. അപ്പോൾ ബിഗിനിങ് ആകുമ്പോൾ ഏർലിയസ്റ്റ് ടൈം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് നോഡിൻ്റെ TE നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് സെക്കൻഡ് നോഡിൻ്റെ TE കണ്ടുപിടിക്കലാണ്. അത് ചെയ്യേണ്ടത് 0 പ്ലസ് TE. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഫോർവേഡ് പാസ്സാണ്, മുമ്പോട്ടാണ് പോകുന്നത്. അപ്പം ഫോർവേഡ് പാസ്സിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആഡ് ചെയ്താണ് പോകുന്നത്. 0 + 5 = 5 ആഡ് ചെയ്താണ് പോകുന്നത്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫോർവേഡ് പാസിൽ പോകുമ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് ഒന്നിൽ കൂടുതൽ ഫോർവേഡ് ആരോകൾ വന്ന് മുട്ടുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 6th നോഡ് എടുത്തു കഴിഞ്ഞാൽ 4ൽ നിന്ന് ഒരു ആരോ വരുന്നുണ്ട്, 3ൽ നിന്ന് ഒരു ആരോ വരുന്നുണ്ട്, അപ്പോൾ 2 ആരോ വരുന്നുണ്ട് 4ൽ നിന്നും 3ൽ നിന്നും. അപ്പോൾ അങ്ങനെ ഫോർവേഡ് പാസിൽ 2 ആരോ വരുവാണെങ്കിൽ ഈ രണ്ടിനകത്തുനിന്നുള്ള TEയുടെ വാല്യൂ കണ്ടുപിടിച്ചേ പറ്റൂ. കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ മാക്സിമം വാല്യൂ വേണം ഇവിടെ എഴുതാൻ. ഇനി നമുക്ക് ഫോർവേഡ് പാസ് ചെയ്യാം. ഫോർവേഡ് പാസിൽ ഇവിടെ നമ്മൾ നേരത്തെ 5 എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിച്ചു. ഇനി ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നോഡ് കൺസിഡർ ചെയ്തു, അത് കഴിഞ്ഞിട്ട് എപ്പോഴും സെക്കൻഡ് നോഡ് കൺസിഡർ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് എപ്പോഴും തേർഡ് നോഡ് കൺസിഡർ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് എപ്പോഴും ഫോർത്ത് നോഡ് കൺസിഡർ ചെയ്യണം. അങ്ങനെ പോകും. അപ്പോൾ തേർഡ് നോഡ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഈ വാല്യൂ കണ്ടുപിടിക്കണം. അതായത് TE വാല്യൂ = നേരത്തെ കണ്ടുപിടിച്ചില്ല 2 എന്ന് പറയുന്ന നോഡിൻ്റെ വാല്യൂ പ്ലസ് ആ ആക്ടിവിറ്റിക്കുള്ള TE വാല്യൂ, ദാറ്റ് ഈസ് 10. ആ ആക്ടിവിറ്റിക്കുള്ള TE വാല്യൂ ദാറ്റ് ഈസ് 10. അപ്പോൾ 5 ഇവിടെ കണ്ടുപിടിച്ചു, 10 ഇവിടെ ഉണ്ട്. അപ്പോൾ 5 + 10 = 15. അപ്പോൾ 15 ആണ് 3 എന്ന് പറയുന്ന നോഡിൻ്റെ TE വാല്യൂ. ഇനി അടുത്തത് 3 കഴിഞ്ഞിട്ട് 4 കണ്ടുപിടിക്കണം. അപ്പോൾ 4നെ കണ്ടുപിടിക്കാനായിട്ട് വീണ്ടും അതിൻ്റെ ആരോ നോക്കുക. ഇത് ഫ്രം 2 to 4. അപ്പോൾ 2ൻ്റെ TE വാല്യൂ ദാറ്റ് ഈസ് 5. 5 പ്ലസ് ആ ആക്ടിവിറ്റിയുടെ TE ദാറ്റ് ഈസ് 8. 5 + 8 ദാറ്റ് ഈസ് = 13. അപ്പോൾ അത് കിട്ടി. ഇനി അടുത്ത നോഡ് കൺസിഡർ ചെയ്യേണ്ട 5 ആണ്. 5ലേക്ക് ഇവിടുന്ന് സ്ട്രെയിറ്റ് ആരോ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ 2ൽ നിന്നുള്ള 5ലേക്കുള്ള ആരോയും ഇതിൽ നിന്നുള്ള ആരോയും കൺസിഡർ ചെയ്യണമായിരുന്നു. പക്ഷേ ഇത് ഡോട്ടഡ് ലൈൻ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഡമ്മി എന്നാണ്. അതായത് ടൈം കൺസ്ട്രെയിൻറ്റ് ഇതിനകത്ത് വരുന്നില്ല, ജസ്റ്റ് ഒരു റിലേഷൻ കാണിക്കുകയാണ് ഇത് തമ്മിലുള്ള, അത്രേ ഉള്ളൂ. അപ്പം 2 to 5 ആണ് ഇപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ 2ൽ ഉണ്ടായിരുന്ന വാല്യൂ TE വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. 5 to 5 പ്ലസ് ഇവിടുത്തെ TE വാല്യൂ ഈ ആക്ടിവിറ്റിയുടെ 12 ആണ്. അപ്പോൾ 12 + 5 ദാറ്റ് ഈസ് = 17. അപ്പോൾ 17 നമ്മളിവിടെ എഴുതി. ഇനി അടുത്തത് 5 കഴിഞ്ഞ് കൺസിഡർ ചെയ്യേണ്ടത് 6 ആണ്. അപ്പോൾ 6th നോഡ് കൺസിഡർ ചെയ്തു. 6th നോഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഫോർവേഡ് പാസിലൂടെ അതിലേക്ക് 2 ആരോകൾ വരുന്നുണ്ട്. 2 ആരോസ് വരുമ്പോൾ ആ 2 വാല്യൂവും കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ മാക്സിമം വേണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആദ്യമേ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് വാല്യൂ കണ്ടുപിടിച്ചിട്ട് വെളിയിൽ എഴുതാം. അപ്പം 3ൽ നിന്ന് 6ലേക്ക് വരുന്നതിൻ്റെ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 15 + 8 ദാറ്റ് ഈസ് = 23. അപ്പോൾ അത് നമ്മൾ വെളിയിൽ ഇങ്ങനെ നോട്ട് ചെയ്തു, 15 + 8.
ഇനി 4 to 6, 4 to 6 ആരോ ഉണ്ട്. സോ 4-ൻ്റെത് 13 പ്ലസ് 10 ദാറ്റ് ഇസ് അഗെയിൻ ഈക്വൽ ടു 23. അപ്പം ഇതിന് മാക്സിമം എടുക്കാനായിട്ട് നോക്കുവാണെങ്കിൽ രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്കിവിടെ 23 എന്ന് എഴുതാം. ഇനി അടുത്തത് വരുന്നത് 6 to 7 ആണ്. 6 കഴിഞ്ഞാൽ 7 കൺസിഡർ ചെയ്യണം. 7 കൺസിഡർ ചെയ്യുമ്പോഴും ഈ ഒരു പ്രോബ്ലം ഉണ്ട്. 2 ആരോ ഫോർവേഡ് പാസിൽ 7ലേക്ക് വരുന്നുണ്ട്. അപ്പോൾ 2 ആരോ വരുന്ന സ്ഥിതിക്ക് രണ്ടിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. അതായത് 6 എന്നുള്ളതും 5 എന്നുള്ളതും കണ്ടുപിടിക്കണം. നമുക്ക് രണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് വെളിയിൽ എഴുതിയിട്ട് മാക്സിമം ഏതാണെന്ന് വെച്ചാൽ എഴുതാം. 5 to 7 എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 17 പ്ലസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 23 അല്ലേ? അപ്പോൾ 23 നമ്മളിവിടെ എഴുതി. അതേപോലെ 6 to 7 23 പ്ലസ് 4 ഈസ് 27. രണ്ടിലും കൂടെ 23 പ്ലസ് 4 27. രണ്ടിൻ്റെയും കൂടെ വാല്യൂ മാക്സിമം വാല്യൂ 27 ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ 27 എന്ന് എഴുതി. ഇനി 7 to 8 എടുക്കുമ്പോൾ ഒറ്റ ആരേ ഉള്ളൂ. 27 പ്ലസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 31. അപ്പം 31 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടി. അതാണ് നോർമൽ പ്രോജക്റ്റ് ഡ്യൂറേഷൻ. ഇനി തിരിച്ച് ബാക്ക്വേർഡ് പാസിലൂടെ പോയിട്ട് വേണം നമുക്ക് ഓരോന്നിൻ്റെയും TL കണ്ടുപിടിക്കാൻ. അപ്പോൾ ഓരോന്നിൻ്റെയും TL കണ്ടുപിടിക്കാൻ നേരത്ത് നമ്മൾ TE കണ്ടുപിടിക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്നാണ് 0 ആയിരുന്നു. അതേപോലെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാക്ക്വേർഡ് പാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും അവസാനത്തെ നോഡിൻ്റെ TL വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ TE വാല്യൂ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 31. അപ്പോൾ ഇത് രണ്ടും സെയിം ആയിരിക്കുമെന്ന് ചുരുക്കം. ഇനി 8-ന് 7ലേക്കും ഇനി ബാക്ക്വേർഡ് പാസ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് 8ൻ്റെ TL വാല്യൂ നമ്മളിവിടെ എഴുതി. ഇനി 7th നോഡിൻ്റെ TL വാല്യൂ ഇവിടെ എഴുതണം. 7th നോഡിന് TL വാല്യൂ എഴുതാൻ നേരത്ത് വീണ്ടും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ TE എന്ന് പറയുന്ന വാല്യൂ ദാറ്റ് ഈസ് 4 ആണ്. സോ ഇവിടെ സബ്ട്രാക്ഷൻ ആണ്. 31 മൈനസ് 4 ദാറ്റ് ഈസ് അഗെയിൻ ഈക്വൽ ടു 27. അപ്പോൾ ഇങ്ങോട്ട് 7ലേക്ക് വരുന്നത് ദാറ്റ് ഈസ് 8-ൽ നിന്ന് 7ലേക്കുള്ള ബാക്ക്വേർഡ് പാസ് ഒരെണ്ണേ ഉള്ളൂ. അതുകൊണ്ട് 7ലേക്ക് വരുന്ന 7ൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് 27 എന്ന് കിട്ടി. ഇനി 7 കഴിഞ്ഞ് കൺസിഡർ ചെയ്യേണ്ടത് 6 ആണ്. ഇനി 6 കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്? 6ലേക്ക് ബാക്ക്വേർഡ് പാസിലൂടെ വരുന്നത് ഒരെണ്ണം മാത്രമേ ഉള്ളത്. 7-ൽ നിന്നാണ് ബാക്ക്വേർഡ് പാസ്സായിട്ട് വരുന്നത്. ആരോടെ ബാക്ക്വേർഡ് ഡയഗ്രാം. അപ്പോൾ ആരോടെ ബാക്ക്വേർഡ് ഡയഗ്രാം 6ലേക്ക് വരുന്നത് 7-ൽ നിന്ന് വരുന്നുണ്ട്. 7-ൽ നിന്ന് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് ഈ ടി ആണ്. ടി ഈസിക്കൽ 4. അപ്പോൾ 7ൻ്റെ TL വാല്യൂ ദാറ്റ് ഈസ് 27 മൈനസ് 4 ദാറ്റ് ഈസ് അഗെയിൻ ഈക്വൽ ടു 23. അപ്പോൾ അത് നമ്മളിവിടെ എഴുതി. 6 കഴിഞ്ഞ് പിന്നെ കൺസിഡർ ചെയ്യേണ്ട നോഡ് 5 ആണ്. ആ ഓർഡറിൽ തന്നെ പോയാലേ ശരിയാകത്തുള്ളൂ. അപ്പോൾ 5th നോഡ് നമ്മൾ നോക്കി. ഇനി 5th നോഡിന് ബാക്ക്വേർഡ് പാസിലൂടെ വരുന്ന ഒരു ആരോടെ ബാക്ക്വേർഡ് ഡയഗ്രാം വരുന്നത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഫ്രം 7. അപ്പോൾ വീണ്ടും കുഴപ്പമില്ല. 27 എന്ന് പറയുന്നതാണ് 7ൻ്റെ TL വാല്യൂ. അപ്പോൾ TL that is 27 minus 6 that is equal to 21. അപ്പോൾ 21 എഴുതി. അപ്പോൾ 5ൻ്റെ
ടി എൽ വാല്യൂ എന്ന് പറയുന്നത് 21 ആണ്. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 5 കൺസിഡർ ചെയ്യേണ്ടത് 4th നോഡാണ്. അപ്പോൾ 4th നോഡ് കൺസിഡർ ചെയ്യുമ്പം നമുക്ക് 4th വരുന്ന ബാക്ക്വേർഡ് പാസ് 2 ഉണ്ട് കണ്ടോ. ഒരു ബാക്ക്വേർഡും ഉണ്ട്, ഇവിടുന്നും ബാക്ക്വേർഡ് ഉണ്ട്. പക്ഷെ ഇത് ഡമ്മി ആയതുകൊണ്ട് കൺസിഡർ ചെയ്യേണ്ട. സോ കൺസിഡർ ഓൺലി ഫ്രം 6 to 4. അപ്പോൾ 6ന്റെ ടി എൽ വാല്യൂ എന്ന് പറയുന്നത് 23 ആണ്. 23 മൈനസ് ഇവിടെ ടി എന്ന് പറയുന്നത് 10. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 23 മൈനസ് 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 13. 4 കഴിഞ്ഞ് കൺസിഡർ ചെയ്യേണ്ട നോഡ് 3 ആണ്. ഇനി 3 എന്ന് പറയുമ്പോൾ 3ലേക്കും ഒരു ബാക്ക്വേർഡ് ആരോ മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഫ്രം 6, ദാറ്റ് ഈസ് 23 മൈനസ് 8, ദാറ്റ് ഈസ് ഈക്വൽ ടു അഗെയിൻ 15. ഇനി അടുത്തത് 3rd കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് 2 ആണ്. 2 സെക്കൻഡ് നോഡാണ്. സോ വെൻ യു കൺസിഡർ ദ സെക്കൻഡ് നോഡ് യു ഹാവ് ടു തിങ്ക് ദാറ്റ് ഓർ യു ഹാവ് ടു ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദീസ് 3 ആരോസ്. അതായത് ഈ 3 ആരോകളും കൺസിഡർ ചെയ്യണം. ബിക്കോസ് ഈ 5 2 ഇത്രയും ഫോർവേഡ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇവിടെ ബാക്ക്വേർഡായിട്ട് വരും. അപ്പോൾ ബാക്ക്വേർഡ് ആരോ ആയിട്ട് വരുന്നത് 3 to 2 ഉണ്ട്, 4 to 2 ഉണ്ട്, 5 to 2 ഉണ്ട്. അപ്പോൾ ഈ 3 ആരോ വരുമ്പം ഈ 3ലെയും ടി എൽ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിലേറ്റവും മിനിമം വേണം കണ്ടുപിടിക്കാൻ. ബാക്ക്വേർഡ് ആകുമ്പോൾ മിനിമം വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. 2ന് കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് 5ന്ന് കൺസിഡർ ചെയ്യാം. 5 to 2, 5ന്റെ ടി എൽ വാല്യൂ എന്ന് പറയുന്നത് 21 ആണ്. സോ 21 മൈനസ് 12, 21 മൈനസ് 12, ദാറ്റ് ഈസ് ഈക്വൽ ടു 9. സോ നമ്മൾ ആദ്യം 9 വെളിയിൽ എഴുതി, 9 വാല്യൂ വെളിയിൽ എഴുതി വിത്ത് പെൻസിൽ, വേണമെങ്കിൽ വാങ്ങിച്ചുള്ളത് കഴിഞ്ഞ്. പിന്നെ 4 to 2 കൺസിഡർ ചെയ്യുമ്പോൾ അഗെയിൻ 4ന്റെ ടി എൽ വാല്യൂ എന്ന് പറയുന്നത് 13 ആണ്. 13 മൈനസ് 8, 13 മൈനസ് 8 എന്ന് പറയുമ്പോൾ അഗെയിൻ അത് 5 ആയിട്ട് വരും. അപ്പോൾ 5 നമ്മളിവിടെ വെളിയിൽ എഴുതി. അതേപോലെ ഇനി അടുത്ത കൺസിഡർ ചെയ്യേണ്ടത് 3 to 2 ആണ്. 3 to 2 കൺസിഡർ ചെയ്യുമ്പോൾ അഗെയിൻ 15 മൈനസ് 10, അഗെയിൻ ഇറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ നമുക്കിവിടെ 3 വാല്യൂ കിട്ടി, 9, 5, 5. അതിൽ ഏറ്റവും മിനിമം എന്ന് പറയുന്നത് 5 ആയതുകൊണ്ട് 2 എന്ന് പറയുന്ന നോഡിൻ്റെ ടി എൽ വാല്യൂ 5 ആണ്. ഇനി ഫസ്റ്റ് നോഡിൻ്റെ ടി എൽ വാല്യൂ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് 5 മൈനസ് 5 ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ഇപ്പോൾ ഫോർവേഡ് പാസും ബാക്ക്വേർഡ് പാസും ജസ്റ്റ് സിമിലർ ടു EOT LOT നമ്മളിവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ ഇനി ചെയ്യേണ്ടത് സ്ലാക്ക് എന്തോരം ഉണ്ടെന്ന് കണ്ടുപിടിച്ച് എഴുതണം. സ്ലാക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു TL മൈനസ് ടി, ദാറ്റ് ഈസ് 0 മൈനസ് 0 0. ഇനി ഇവിടെ 5 മൈനസ് 5 0. ഇനി ഇവിടെ 15 മൈനസ് 15 0. ഇനി 4th നോഡിൻ്റെ 13 മൈനസ് 13 0. 5th നോഡിൻ്റെ 21 മൈനസ് 17 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഇനി 6th നോഡിൻ്റെ ദാറ്റ് ഈസ് 23 മൈനസ് 23 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി 7th നോഡിൻ്റെ 27 മൈനസ് 27 that is again equal to 0. Last one 31 minus 31 again s is equal to 0. ഈ ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ എസിൻ്റെ ഏറ്റവും ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 0 എസ് വാല്യൂ വരുന്ന ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ഇവൻസോ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ പാർട്ട് കിട്ടും. അപ്പോൾ ഇവിടെ
ഒരു കാര്യം ശ്രദ്ധിക്കുക, അങ്ങനെ ഒരു പാത്ത് മാത്രമായിട്ട് കാണത്തില്ല, ചിലപ്പം ഒന്നിൽ കൂടുതൽ പാത്തുകളും കാണാം, നമുക്കറിയത്തില്ല. അപ്പോൾ അത് നോക്കുക. അപ്പോൾ 1 to 2 നോക്കുമ്പോൾ രണ്ടിൻ്റെ S0, അതായത് S0 ഫസ്റ്റ് നോഡ്, സെക്കൻഡ് നോഡിൻ്റെ S0 ആണ്. അപ്പോൾ രണ്ടും തമ്മിലുള്ളത് ക്രിട്ടിക്കലാണ്. അപ്പോൾ നമ്മളത് ഡബിൾ ലൈൻ വെച്ച് മാർക്ക് ചെയ്തു, അത് ക്രിട്ടിക്കൽ. എഗെയിൻ 2 to 3 നോക്കുമ്പം, അതായത് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3യിലേക്ക് നോക്കുമ്പോൾ അതും 0 ആണ്, അതും ക്രിട്ടിക്കലാണ്. അപ്പോൾ ആ പാത്ത് നമ്മൾ ഡബിൾ ലൈൻ വെച്ച് മാർക്ക് ചെയ്തു. എഗെയിൻ 3 to 6 നോക്കുമ്പോൾ എഗെയിൻ 3യുടെ S0, 6ൻ്റെ S0. അപ്പോൾ 3 to 6 ക്രിട്ടിക്കലാണ്. എഗെയിൻ 6 to 7 നോക്കും. 6 to 7 നോക്കുമ്പോൾ എഗെയിൻ S0. അപ്പോൾ 6 to 7 വീണ്ടും ക്രിട്ടിക്കലാണ്, അത് വരച്ചു. 7 to 8 നോക്കുമ്പോൾ വീണ്ടും S0. അപ്പോൾ അത് പിന്നെയും ഒന്നുകൂടെ വരച്ചു. ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ പാത്ത്. ഒരെണ്ണം മാത്രമേ നോക്കിയുള്ളൂ. ഇനി അടുത്ത പാത്ത് നോക്കാനാണെങ്കിൽ 1 to 2 0, 2 to 4 ഇവിടെ വീണ്ടും 4th നോഡിൻ്റെ S0 ആണ്. സോ ദാറ്റ് ഈസ് അഗെയിൻ ക്രിട്ടിക്കൽ. അഗെയിൻ 4 to 6 അഗെയിൻ ഇറ്റ് ഈസ് ക്രിട്ടിക്കൽ, രണ്ടിൻ്റെ S0 ആണ്. സോ ദാറ്റ് ഈസ് അഗെയിൻ 0. ഇനി 4 to 5 ഡമ്മി ആയതുകൊണ്ട് അത് വിട്ടേക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ 4 to 6, പിന്നെ 6ൻ്റെ S0 ആണ്. 6ൻ്റെ ഉള്ള ഫോർവേഡ് പാത്ത് നോക്കാം. ദാറ്റ് ഈസ് 7. ദാറ്റ് ഈസ് അഗെയിൻ 7ൻ്റെ S0 ആണ്. സോ ദാറ്റ് ഈസ് അഗെയിൻ ക്രിട്ടിക്കൽ. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി 7ന് മുമ്പോട്ട് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് 7 to 8. ദാറ്റ് ഈസ് അഗെയിൻ S0. അപ്പോൾ അതും ക്രിട്ടിക്കലാണ്. അപ്പോൾ 2 ക്രിട്ടിക്കൽ പാത്ത് നമുക്ക് കിട്ടി. അങ്ങനെ ക്രിട്ടിക്കൽ പാത്ത് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ അത് എടുത്തെഴുതണം. നമുക്ക് കിട്ടിയ ലീസ്റ്റ് സ്ലാക്ക് വാല്യൂ that is equal to 0 or events having 0 slack have critical path number 1. This is 1 to 2, 2 to 3, 3 to 6, 7 to 8, 6 to 7, 7 to 8. Critical path 2, 1 to 2, 2 to 4, 4 to 6, 6 to 7, 7 to 8. ഈ രണ്ട് ക്രിട്ടിക്കൽ പാത്ത് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മറ്റേ ഡ്യൂറേഷൻ, അതായത് നമ്മളിവിടെ കണ്ടു ലാസ്റ്റ് നോഡ്, ദാറ്റ് ഇസ് നോഡ് നമ്പർ 8, അതിൻ്റെ TEയും TLും നോക്കുമ്പോൾ രണ്ടും 31 ആണ്. എന്ന് പറഞ്ഞാൽ ആ പ്രോജക്റ്റിന് ഡിലേ ഒന്നും കൂടാതെ വർക്ക് ചെയ്യുമ്പോൾ ആണെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 31 days ആയിരിക്കും. അല്ലെങ്കിൽ 31 days ആണ്. അതാണ് ടോട്ടൽ പ്രോജക്റ്റ് ഡ്യൂറേഷൻ ഈസ് ഈക്വൽ ടു 31 days. ഇനി നമുക്ക് ചോദ്യം ഒന്നുകൂടെ പരിശോധിക്കാം. ചോദ്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിച്ചു. ഓക്കെ, ഫൈൻ. ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കുന്ന മാത്രമല്ല, ബി ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രോബബിലിറ്റി ഓഫ് കംപ്ലീഷൻ ഓഫ് പ്രോജക്റ്റ് ഇൻ 35 days. 35 ദിവസത്തിനുള്ളിൽ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യപ്പെടാനുള്ള പ്രോബബിലിറ്റി എത്രത്തോളമാണ്, അല്ലെങ്കിൽ എത്ര ശതമാനമാണ്? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. നമുക്കറിയാം 31 ദിവസമേ പ്രോജക്റ്റ് ഡ്യൂറേഷൻ ശരിക്കും ഷെഡ്യൂൾ അനുസരിച്ച് ഒരു കുഴപ്പമില്ലാതെ പോയാൽ ആവുകയുള്ളൂ. അല്ലെങ്കിൽ അത് 31 ദിവസത്തിൻ്റെ കാര്യമേ ഉള്ളൂ. പക്ഷെ ഇവർ 35 ദിവസത്തിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രത്തോളമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഞാൻ നേരത്തെ പ്രോബബിലിറ്റിക്ക് ഒരു ഇക്വേഷൻ പറഞ്ഞു തന്നിരുന്നു, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ നോക്കിയിരുന്നു പ്രോബബിലിറ്റിക്ക് ഒരു ഇക്വേഷൻ. അപ്പോൾ ആ ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ആ ഇക്വേഷൻ പറയുന്നത് പ്രോബബിലിറ്റി ഫാക്ടർ Z എന്ന് പറയുന്നത് x മൈനസ് മ്യൂ ടി ബൈ ഡെൽറ്റ ടി എന്നാണ്. Z എന്ന് പറയുന്നത് x മൈനസ് മ്യൂ ടി ബൈ ഡെൽറ്റ ടി.
അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി പി ഇസ് ഈക്വൽ ടു 1/√2π integral 0 to z e raised to minus z square by 2 dz എന്ന് പറയുന്ന ഒരു ഫോർമുല നമ്മൾ പഠിച്ചിരുന്നു. ആ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് വാല്യൂസ് വേണം. ആ ഫോർമുലയിലെ ഇൻ്റഗ്രേഷൻ കണ്ടൊന്നും നിങ്ങൾ പേടിക്കേണ്ട. ഇൻ്റഗ്രേഷൻ ഒന്നും ചെയ്യാതെ തന്നെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇസഡ് എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഫാക്ടർ കണ്ടുപിടിച്ചാൽ മാത്രം മതി നമുക്ക് ഇതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതിനൊരു ചാർട്ടുണ്ട്. ആ ചാർട്ട് എന്ന് പറയുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ ചാർട്ട് എന്നാണ് അതിന് പറയുന്നത്. ആ ചാർട്ടിൽ പ്രോബബിലിറ്റി ഫാക്ടർ മാത്രം അറിഞ്ഞാൽ മതി. അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഫാക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പ് ഈ പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യുന്ന എങ്ങനെ നോക്കാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി, അല്ലെങ്കിൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നിലയിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട സംഭവമുണ്ട് ഇസഡ്, അതായത് പ്രോബബിലിറ്റി ഫാക്ടർ കണ്ടുപിടിക്കണം. ഇപ്പോൾ പ്രോബബിലിറ്റി ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ വേരിയൻസ് ഓഫ് ദ പ്രോജക്റ്റ് കണ്ടുപിടിക്കണം. പ്രോജക്റ്റിൻ്റെ വേരിയൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിവിടെ 2 ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, ക്രിട്ടിക്കൽ പാത്ത് 1 and 2. അപ്പോൾ ഓരോ പാത്തിലും നമ്മൾ വേരിയൻസ് കണ്ടുപിടിക്കണം, ഓരോ പാത്തിലുമുള്ള വേരിയൻസ്. അപ്പോൾ 2 വേരിയൻസ് വരുന്നുണ്ട് ഇവിടെ, VT1 VT2. അതായത് VT1 ഇതിനകത്തെ ഗ്രേറ്റർ വാല്യൂ ആണ് പ്രോജക്റ്റിൻ്റെ വേരിയൻസ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്രിട്ടിക്കൽ പാത്ത് അതിനകത്ത് വേരിയൻസ് VT1 എന്ന് പറയുന്നത് VT1 + VT2 + VT3 + VT6 + VT7 + VT. ഇതെന്തുകൊണ്ടാണ് 1 2 3 6 7 8 വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പാത്തിൻ്റെ നോട്ട്സ് എങ്ങനെയാണ് പോയിരിക്കുന്നത്. 1 2 3 6 7 8. അത് തന്നെ 1 2 3 6 8 7 8. അപ്പോൾ ക്രിട്ടിക്കൽ പാത്തിനകത്തു വരുന്ന നോഡിൻ്റെ അല്ലെങ്കിൽ ആ ക്രിട്ടിക്കൽ പാത്തിൽ വരുന്ന ആക്ടിവിറ്റീസിൻ്റെ മാത്രം കൺസിഡർ ചെയ്തിട്ടുള്ള വേരിയൻസ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അതായത് VT1 VT2 2 ക്രിട്ടിക്കൽ പാത്തിൻ്റെ. അപ്പോൾ VT1 അത് നമ്മൾ നോക്കുമ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും VT1 1 ആണെന്ന്? നിങ്ങൾ നേരത്തെ ഒരു ടാബുലർ കോളം എഴുതി വച്ചിരുന്നല്ലോ. ഇതാ ഇവിടെ നോക്കി, ഈ ടാബുലർ കോളത്തിൽ VT for days ആക്ടിവിറ്റി 1 to 2 എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് VT അതുപോലെ ΔT the whole square വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ 1. അപ്പോൾ അതാണ് ഇവിടെ 1. പിന്നെ VT2 അപ്പോൾ ഇവിടെ എന്താണ് ആക്ടിവിറ്റി 2 to 3. അപ്പോൾ ആക്ടിവിറ്റി 2 to 3 നോക്കിയാൽ ഇവിടെ 2 to 3യുടെ VT അതായത് ΔT ΔT the whole square എത്രയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 7.1. നേരത്തെ കണ്ടുപിടിച്ചതാണ്, അത് തന്നെ ഇവിടെ എഴുതി. സിമിലർലി മുന്നോട്ട് പോവുക, VT3 എന്ന് പറയുമ്പോൾ മൂന്നാമത്തത് 1 to 2 1 എഴുതി, 1 to 2 എഴുതി, ഇനി 2 to 3 2 to 3 അല്ല 1 എഴുതി, 2 to 3 എഴുതി, അതായത് 1 to 2 എഴുതി, 1 to 2 നമ്മളിവിടെ എഴുതി. VT2 എന്ന് പറയുന്നത് 2 to 3 നമ്മൾ എഴുതി. ഇനി VT3 എന്ന് പറയുന്നത് 3 to 6 ആണ്. 3 to 6 നോക്കുമ്പോൾ ഇവിടെ 5.44 എന്നുള്ള വാല്യൂ ഇവിടെ വരുന്നുണ്ട്. VT നമ്മൾ കണ്ടുപിടിച്ചത് 5.44. അങ്ങനെ എല്ലാത്തിൻ്റെ എഴുതി കൂട്ടുക, ആഡ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ഇറ്റ് ആസ് 15.76. Similarly, do the same procedure for variance of project along critical path 2. അപ്പോൾ critical path 2 also follows 1 to 2 in the beginning. അപ്പോൾ VT2ൻ്റെ VT1 എന്ന് പറയുന്നത് 1 തന്നെ. VT2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2 to 4. അപ്പോൾ നമ്മുടെ ആ ഷീറ്റിൽ 2 to 4 എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ അതിൻ്റെ VT എന്ന് പറയുന്നത് 4 ആണ്. So it is
4 here, that is 2 to 4. Similarly, we have 4 to 6, Vt is equal to 1. Then 1.78 അങ്ങനെ നമ്മൾ ആ പ്രൊസീജിയർ അനുസരിച്ച് എഴുതി ആഡ് ചെയ്യുമ്പോൾ here you will get it as 2.86. So Vt1 is greater than Vt2, that is 15.76. 15.76. അപ്പോൾ variance of the project is largest one among VT1, VT1 and VT2. ഇനി ഒരു മൂന്നാമതൊരു ക്രിട്ടിക്കൽ പാർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ആ മൂന്നിൻ്റെയും കൺസിഡർ ചെയ്തിട്ട് അതിൽ ഗ്രേറ്റർ എടുക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പ്രോജക്റ്റ്, അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് VT ആണ്, അത് വേരിയൻസ് ആണ്. അപ്പോൾ വേരിയൻസ് ഓഫ് ദ പ്രോജക്റ്റ് എന്ന് പറയുന്നത് 15.76. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണല്ലോ VT എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ΔT is equal to root of VT. അതായത് ΔT സ്ക്വയർ ആണ് VT. അപ്പോൾ ΔT എന്ന് പറയുന്നത് റൂട്ട് ഓഫ് VT. അങ്ങനെ നമുക്കത് റൂട്ട് ഓഫ് 15.76 which is equal to 3.97 എന്ന് കിട്ടി. ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട സംഭവം പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പ്രോബബിലിറ്റി ഫാക്ടർ കണ്ടുപിടിച്ചിട്ട് ചാർട്ട് നോക്കിയാൽ മതി. പ്രോബബിലിറ്റി ഫാക്ടർ Z കറസ്പോണ്ടിങ് ടു X is equal to 35 days. അപ്പോൾ 35 ദിവസത്തിൽ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യപ്പെടാനുള്ള പ്രോബബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവിടെ 35 ദിവസം എന്ന് പറയുന്നതാണ് X. Z is equal to X minus mu t by delta t. അപ്പോൾ നമുക്കറിയാം എക്സിൻ്റെ വാല്യൂ 35, ഡെൽറ്റ ടി കണ്ടുപിടിച്ചു 3.97, അതും ഇട്ടു. ഇനി ഈ mu t എന്താണ്? അതാണ് ടോട്ടൽ പ്രോജക്റ്റ് ഡ്യൂറേഷൻ ആസ് പെർ ദ ഷെഡ്യൂൾ. ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഷെഡ്യൂളിൽ എത്രയാണ് കണ്ടുപിടിച്ചത്? ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞായിരുന്നു 31. ഓർമ്മയുണ്ടോ? അതായത് ഇവിടെ 31, ആ 31 നമ്മൾ ഇവിടെ എഴുതി. സോ 31, അപ്പോൾ അതിൻ്റെ വാല്യൂ 1.007, 35 minus 31 by 3.97, that is 4 divided by 3.97. 4 by 4 എന്ന് കൂട്ടാം, that is 1. സോ ഇക്വേഷൻ എഴുതി വേണം കണ്ടുപിടിക്കാം. വെൻ പി കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ x is equal to 35, x is equal to 1, p is equal to 1 by നേരത്തെ ഞാൻ പറഞ്ഞ ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നമുക്കിത് കിട്ടും. പക്ഷേ ഇത് tedious ആയതുകൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് പ്രോബബിലിറ്റി ഫാക്ടർ 1.0 എന്ന് അസ്യൂം, 1.007 എന്നുള്ള അപ്രോക്സിമേറ്റ് ചെയ്ത് 1.0 എന്ന് എടുത്തു. സോ 1.0 എന്നുള്ള പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ ആ ചാർട്ടിൽ നിന്ന് എങ്ങനെ ഇത് എടുക്കും? ചാർട്ട് നമുക്ക് പരീക്ഷയ്ക്ക് കൊണ്ടുപോകാം. അത് അറ്റസ്റ്റ് ചെയ്ത് വാങ്ങിക്കുക. അതായത് സ്റ്റാഫിൻ്റെ പഠിപ്പിക്കുന്ന സ്റ്റാഫ് അറ്റസ്റ്റ് ചെയ്ത് തരുന്ന ചാർട്ടുകൾ നമുക്ക് യൂസ് ചെയ്യാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ചാർട്ട് എന്തായാലും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് അവിടെ ചോദിച്ചാൽ അവർ തരാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇതൊന്നും നോക്കിയേ. നോർമൽ ഡീവിയേറ്റ് പ്രോബബിലിറ്റി ഫാക്ടർ Z പ്ലസ്, അതായത് ഇപ്പം Z എന്ന് പറയുന്ന പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്യുക, Z എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ ഈ റോ ചെക്ക് ചെയ്യും. ഇപ്പം ഓരോ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിരിക്കുന്ന പ്രോബബിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ പ്രോബബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അതായത് നോർമൽ ഡീവിയേറ്റ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഫാക്ടറിന് കറസ്പോണ്ടിങ് ആയിരിക്കുന്ന പ്രോബബിലിറ്റി ഈ ചാർട്ട് നോക്കി കഴിഞ്ഞ് എടുത്താൽ മതി, ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് ഇത് 0, 0.1, 0.2. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ പോസിറ്റീവ് 1.0. പോസിറ്റീവ് 1.0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോബബിലിറ്റി 84.13. അപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് 84.13%. ഉത്തരം കിട്ടി, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഉത്തരം ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്, 84.13%. അപ്പോൾ ആ പ്രോബബിലിറ്റി ബി എന്ന് പറയുന്ന ഇതിലെ പ്രോബബിലിറ്റി ബി പാർട്ടിൻ്റെ ഉത്തരവും കിട്ടി. ഇനി എന്താണ് നമ്മുടെ അടുത്ത ചോദ്യം? സി പാർട്ടിൽ ഒരു ചോദ്യമുണ്ട്.
സി പാർട്ടിൽ എന്താ ചോദിക്കുന്നേ? സി പാർട്ടിലെ ചോദ്യം ടൈം ഡ്യൂറേഷൻ that will provide 90% probability of its completion in time. നമ്മളിവിടെ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. അതായത് ടൈം ഡ്യൂറേഷൻ ഒക്കെ ഉപയോഗിച്ച് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുകയായിരുന്നു. ഇത് തിരിച്ച് റിവേഴ്സ് പ്രോസസ്സിലൂടെ ടൈം ഡ്യൂറേഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോബബിലിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 90% പ്രോബബിലിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിരിക്കുന്ന ഇസഡ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് എക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഇറ്റ്സ് എ ഇക്വേഷണൽ റിവേഴ്സ് പ്രോസസ്. ഈ ഇതിനകത്തെ സി പാർട്ട് എന്ന് പറയുന്നത്, സി പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർ 90% പ്രോബബിലിറ്റി വാട്ട് ഈസ് എ വാല്യൂ ഓഫ് ഇസഡ്. അപ്പം നമുക്ക് പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്, എന്നാൽ ഇസഡ് വാല്യൂ കണ്ടുപിടിക്കാനാണ്. നേരത്തെ കണ്ടതിൻ്റെ നേരെ റിവേഴ്സ് പ്രോസസ്. സോ വി ക്യാൻ റൈറ്റ് പി ഇസ് ഇക്വൽ ടു 1/√2π integral 0 to z e raised to minus z²/2 dz. So that is again equal to 90% എന്ന് പറയുമ്പോൾ 90/100 is equal to 1/√2 അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് എഴുതുക. z² നേരെ എഴുതുക. എഗെയിൻ 90 ഇൻറ്റു അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് z is equal to 1.32. ഇനി ഇതേ വാല്യൂ ഈ ഇൻ്റഗ്രേഷൻ ചെയ്യാതെ തന്നെ നമുക്ക് ചാർട്ടിൽ നിന്ന് കണ്ടുപിടിക്കാം. ആ ചാർട്ടിൽ നിന്ന് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് 90% എന്ന് പറഞ്ഞ വാല്യൂ 90% എന്ന് പറയുന്ന വാല്യൂ ഇതാണ് നമ്മുടെ ചാർട്ട്. സോ ഈ ചാർട്ടിൽ പ്രോബബിലിറ്റി പെർസെൻറ്റേജുകൾ നോക്കുക. അതായത് ഇവിടെ എല്ലാം 50, ഇവിടെയും 50 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. താഴോട്ട് ഇവിടെ കൂടുന്നുണ്ട്. സോ ഇവിടെ ഇങ്ങനെ കൂടി വരികയാണ്. സോ 90% പ്രോബബിലിറ്റി 90.32 കറസ്പോണ്ടിങ് ആയിട്ട് ഈ ചാർട്ടിലുള്ളത് പ്ലസ് 1.3 എന്നാണ്. അപ്പോൾ ഇസഡ് വാല്യൂ ഈസ് 1.3 കറസ്പോണ്ടിങ് ടു 90.32. അപ്പോൾ 90ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് വാല്യൂ കിട്ടും എന്നുള്ളത് നോക്കി കണ്ടുപിടിക്കുമ്പോൾ വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഇസഡ് ഇസ് ഇക്വൽ ടു 1.32. അപ്പം ഇസഡിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. സോ ഇസഡ് ഇസ് ഇക്വൽ ടു എക്സ് മൈനസ് മ്യൂ ടി ബൈ ഡെൽറ്റ ടി. ദാറ്റ് ഈസ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 1.32 ഇസ് ഇക്വൽ ടു എക്സ് മൈനസ് 31 ബൈ 3.97 വേർ എക്സ് ഇസ് ഇക്വൽ ടു 36 ഡേയ്സ് എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ 3 പാർട്ടിൻ്റെയും ഉത്തരം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. So thank you very much.